ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെറൈറ്റി ടേസ്റ്റിലുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് നമുക്ക് തയ്യാറാക്കാം. മുറുക്കാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യമായി ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ നന്നായി പഴുത്ത 4 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഇടത്തരം വലിപ്പമുള്ള ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം ക്രോസായിട്ട്. ഇനി ആ പാനിലേക്ക് ഒരു 3-4 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിതൊരു 2 മിനിറ്റ് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വന്നു കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടെ നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഒരു വലിയ പാനിലേക്ക് നമുക്ക് 1 കപ്പ് നൈസ് അരിപ്പൊടി, പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, 1/2 കപ്പ് കടലമാവും കൂടെ ചേർക്കാം. ഇപ്പോൾ വെള്ളത്തിൽ നിന്ന് നമ്മൾ ടൊമാറ്റോ ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ അതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് നമുക്ക് മാറ്റി എടുത്ത് വെച്ച് ഇത് ചെറുതായിട്ടൊന്ന് പീസാക്കി വയ്ക്കുക. അതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി, എരിവിനാവശ്യമായ മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1 ടീസ്പൂൺ കായപ്പൊടി നന്നായിട്ട് മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച പൊടിയിലേക്ക് നമുക്കിത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ച ടൊമാറ്റോ പേസ്റ്റ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഈ ടൊമാറ്റോ പേസ്റ്റ് കൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. മുഴുവനായിട്ട് ചേർത്ത് നന്നായിട്ടിത് കുഴച്ചെടുക്കണം. ഇനി 1-2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടിത് മയമായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കറുത്ത എള്ള് 1 ടീസ്പൂൺ കറുത്ത എള്ളോട് ചേർത്ത് ഒന്നുകൂടി ഒന്ന് കുഴച്ച് എടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. 5 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇനി മുറുക്കുണ്ടാക്കാനുള്ള സേവനാഴി നമുക്കെടുത്തിട്ട് മുറുക്കിൻ്റെ അച്ച് ഇട്ട് കൊടുത്തിട്ട് അതിലൊന്ന് എണ്ണമയം നന്നായിട്ടൊന്ന് പുരട്ടി നമ്മൾ കുഴച്ച് വെച്ച മാവ് നീളത്തിലുരുട്ടി നമുക്ക് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മുറുക്കി ലിഡൊന്ന് ടൈറ്റ് ചെയ്യാം. വാഴയിലയിൽ എണ്ണമയം പുരട്ടി നമുക്ക് അതിലേക്കിങ്ങനെ ചുറ്റിച്ചെടുത്താൽ എണ്ണയിലേക്ക്, തിളച്ച എണ്ണയിലേക്ക് ഇടാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കെടുക്കാം. അല്ലേ തവിക്കകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് ചുറ്റിച്ച് അങ്ങനെ വേണേലും എണ്ണയിലേക്കിടാം. അപ്പം നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം പിന്നെ നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം. ഓരോ മുറുക്കായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 4-5 മുറുക്ക ഇട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഡയറക്റ്റ് എണ്ണയിലേക്ക് വേണമെങ്കിലും ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ റൗണ്ടിലല്ലാതെ നമുക്ക് നീളത്തിൽ വേണമെങ്കിലും എണ്ണയിലേക്ക് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള മുറുക്കാണ്. നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈവനിങ് സ്നാക്കായിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.